സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡറിന്റെ P&L റിപ്പോർട്ടാണത്. അദ്ദേഹം ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്തിട്ട് ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ട്. സുഭാഷ് ഇഷ്മാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പവർ ഓഫ് സ്റ്റോക്സ് ആണ് അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ കയറി കണ്ടോ. ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണത്. അദ്ദേഹം 10 ലക്ഷം രൂപയാണ് ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 2.5 മാസം കൊണ്ട് 143 ട്രേഡ്സ് ആണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ക്രിപ്റ്റോയിലാണ്, ബിറ്റ്കോയിനിലായത് കാരണം ആവറേജ് 2 ട്രേഡ് പെർ ഡേ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ സക്സസ് റേറ്റ് അല്ലെങ്കിൽ വിൻ റേറ്റ് എന്ന് പറയുന്നത് വെറും 26.5% ആണ്. അതായത് 143 ട്രേഡിൽ 105 ട്രേഡും ലോസും. ബാക്കി വെറും 38 ട്രേഡ്സ് ആണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് ആയിട്ടുള്ളത്. ആ 38 ട്രേഡ് പ്രോഫിറ്റ് ആയിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷം രൂപ 1.05 CR ആയി. അതായത് 10x ഗ്രോത്ത് കിട്ടി. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിന് കാരണമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. അത് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം. ആവറേജ് ലോസ് വരുന്നത് 47.64, അതായത് അറൗണ്ട് 50K ആണ് അദ്ദേഹം പെർ ട്രേഡ് ലോസ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആവറേജ് വിൻ ഉണ്ടോ 4.07 lakhs, അതായത് 1:9 1:10 ആണ് അറൗണ്ടാണ് അദ്ദേഹത്തിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ. റിസ്ക് റിവാർഡ് റേഷ്യോന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ഇത്രയും നല്ലൊരു ഒരു എക്സാമ്പിൾ വേറെ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ കണ്ട സമയത്ത് എടുത്ത് ഒരു ചെറിയ വീഡിയോ ആക്കി ചെയ്യാൻ നിർത്തിയത്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ കയറി കാണാം. നിങ്ങൾ ട്രേഡിംഗിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജേണിയിൽ എന്തായാലും ഇത് ഉപകാരപ്പെടും. ഈ വീഡിയോ അല്ല പറഞ്ഞത്, ആ പുള്ളിയുടെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഉപകാരം ചെയ്യും. കാരണം നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഒരു 1:2 വെച്ചിട്ട് നമുക്ക് ആ 1:2 പോലും ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. 1:2 വെച്ചിട്ട് 1:1 കഴിഞ്ഞ് മാർക്കറ്റ് സൈഡ് വൈസ് പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്ന ആളായിരിക്കും നമ്മൾ പകുതിയിലധികം പേര്. അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സിന്റെ വ്യൂ പോയിന്റ് അല്ല അവർ ഫോളോ ചെയ്യുന്നത് എന്താണോ അത് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് കർവ് കുറയും. നമുക്ക് എന്താ വെച്ചാൽ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണോ അതുപോലെ ചെയ്യണം എന്നല്ല പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളും സക്സസ്ഫുൾ ആവും. അല്ലാത്തടത്തോളം കാലം നമ്മൾ റിസ്ക് റിവാർഡ് നല്ല രീതിയിൽ ഫോളോ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെ ക്യാപിറ്റൽ വൈപ്പ് ആയിക്കൊണ്ടേയിരിക്കും.